അറബ് മുസ്ലിം രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം റഷ്യ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയ്ക്കും റഷ്യയ്ക്കുമിടയിൽ യാത്രാ നടപടികൾ എളുപ്പമാക്കാൻ വിസ നിയമത്തിൽ ഇളവ് വരുത്താൻ ധാരണയായി. അറബ് മുസ്ലിം രാജ്യങ്ങളോട് കൂടുതൽ അടുക്കാനുള്ള റഷ്യയുടെ പുതിയ തന്ത്രങ്ങളാണിതെന്നാണ് വാദങ്ങൾ. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ആദ്യ രാജ്യമെന്ന പദവി റഷ്യയ്ക്ക് ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ച ശേഷം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ലക്ഷ്യമെന്ന കാര്യവും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് അതൊരു തിരിച്ചടിയായേക്കുമെന്നാണ് വക്താക്കൾ പറയുന്നത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ദിവസങ്ങളിലായുള്ള മുസ്ലിം രാഷ്ട്രങ്ങളോടുള്ള റഷ്യയുടെ നിലപാടുകളാണ് കൂടുതൽ ഭയപ്പാട് സൃഷ്ടിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് രണ്ടു രാജ്യത്തെയും പൗരന്മാർക്ക് പരസ്പരം വിസയില്ലാതെ സഞ്ചരിക്കാനാവും വിധമാണ് ഇളവ് വരുത്തുന്നത്. ഇതിനുള്ള കരാർ ഉടൻ ഒപ്പുവെക്കുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നുണ്ട്. വിസ നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തുന്നത് പരസ്പരം യാത്രകൾ എളുപ്പമാക്കാനും ടൂറിസം വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും ഇരു ജനതകളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സഹായിക്കും. ഇതിനായി നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും താൽപര്യം അമീർ ഫൈസൽ വെളിപ്പെടുത്തുകയും ചെയ്തു. സാമ്പത്തിക വികസന സാംസ്കാരിക സഹകരണത്തിൽ ശ്രദ്ധേയമായ പുരോഗതിയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിലെ ദ്രുതഗതിയിലുള്ള സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. സംഘർഷങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് കൂടിയാലോചനകൾ തുടരേണ്ടതിന്റെയും ക്രിയാത്മകമായ സംഭാഷണങ്ങൾ ശക്തമാക്കേണ്ടതിന്റെയും പ്രാധാന്യം മന്ത്രി ഊന്നിപ്പറഞ്ഞു. ഒപെക് പ്ലസ് ചട്ടക്കൂടിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൃഷ്ടിപരമായ സമവായത്തിന്റെ നിലവാരത്തെ മന്ത്രി പ്രശംസിക്കുകയും ചെയ്തു. ഊർജ്ജ മേഖലയിലെ ആഗോള വെല്ലുവിളികളെ സംയുക്ത സഹകരണത്തിലൂടെ നേരിടുന്നതിന് ഊന്നൽ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി റഷ്യ അംഗീകരിച്ചിരിക്കുകയാണ്. താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് റഷ്യ. താലിബാൻ വിദേശകാര്യ വക്താവ് സിയ അഹമ്മദ് തക്കാറാണ് ഇക്കാര്യം അറിയിച്ചത്. റഷ്യയുടേത് ധീരമായ തീരുമാനമെന്ന് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വിശേഷിപ്പിച്ചു. ഈ ധീരമായ തീരുമാനം മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാകുമെന്നും റഷ്യ എല്ലാവരെക്കാളും മുൻപിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അംബാസഡർ ദിമിത്രി ഷിർനോവും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയും വ്യാഴാഴ്ച കാബൂൾ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിൽ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചുള്ള റഷ്യൻ സർക്കാരിന്റെ തീരുമാനം അംബാസഡർ അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയത്. 2022 താലിബാൻ സർക്കാരുമായി റഷ്യ അന്താരാഷ്ട്ര സാമ്പത്തിക കരാറിലും ഒപ്പിട്ടിരുന്നു. ഇതിന് പിന്നാലെ 2025 ഏപ്രിലിൽ താലിബാനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ നിന്ന് റഷ്യ നീക്കം ചെയ്യുകയുമുണ്ടായി. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം റഷ്യ കാബൂളിലെ എംബസി തുറന്നിരുന്നു. താലിബാൻ നേതാക്കളുമായി അവർ ഇടപഴകുന്നുണ്ട്. വ്യാപാര സാമ്പത്തിക മേഖലകളിൽ സഹകരണത്തിന് കാര്യമായ സാധ്യതകൾ കാണുന്നതായും ഊർജ്ജം, ഗതാഗതം, കൃഷി, അടിസ്ഥാന സൗകര്യം എന്നിവയിലെ പദ്ധതികളിൽ പ്രവർത്തിക്കാൻ പ്രതീക്ഷിക്കുന്നതായും റഷ്യൻ സർക്കാർ പറഞ്ഞു. വിദ്യാഭ്യാസം, സംസ്കാരം, കായികം, മാനുഷിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും റഷ്യ പരാമർശിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.